ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, അതിലേറ്റവും ശ്രദ്ധേയം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന്, ശിവസേന പിളർന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ്. ശിവസേന മാത്രമല്ല, NCPയും 2ആയി പിളർന്നതിന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അവിടെ ആര് വാഴും ആര് വീഴും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. മറ്റൊന്ന് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും, മുഖ്യമന്ത്രി ജയിലിൽ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായ ഒരു സാഹചര്യം കൂടി ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. അതിൽ ജനങ്ങളുടെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. മഹാരാഷ്ട്രയിലേക്ക് നമുക്ക് ആദ്യം വരാം. കേരളീയർ പോലും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നാഷണൽ ഡെസ്കിൽ നിന്ന് ബിനീഷ് കൊട്ടാരത്തിൽ ചേരുന്നു. ബിനീഷ്, മഹാരാഷ്ട്രയിലും വോട്ടെണ്ണൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും അവിടെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. കാരണം ഈ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ റിസോർട്ടുകൾ ഇതിനകം തന്നെ സജ്ജമായിട്ടുണ്ട്. അത് ഇരുമുന്നണികളും, NDAയും ഇന്ത്യ സഖ്യവും എല്ലാ അർത്ഥത്തിലും അക്കാര്യത്തിൽ സജ്ജമായിട്ടുണ്ട്. റിസോർട്ടുകൾ ഒരു വശത്ത് സജ്ജമായിരിക്കുന്നു, മറുവശത്ത് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടാണ് BJP മുന്നണി രംഗത്തുള്ളത്. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന രാഷ്ട്രീയ ചിത്രം കൂടി തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഫലം തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ എണ്ണി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും, 2 മുന്നണികളും സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ശിവസേനയും NCPയും 2ആയി പിളർന്നതിന് ശേഷം ആ നാട്, അവരുടെ സ്വന്തം നാട്ടിൽ ആര് ഭരിക്കണം എന്ന്, ആർക്കൊപ്പമാണ് ആ നാട് നിൽക്കുന്നതെന്നൊക്കെ വിധി എഴുതി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് ആരാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്രയിൽ നിലനിൽക്കാൻ പോകുന്നത് എന്ന് അറിയണം. നമുക്കറിയാം, ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയും വാഴപ്പഴങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജൽഗാവും അൽഫോൺസ മാമ്പഴത്തിൻ്റെ മധുരമുള്ള രത്നഗിരിയും കരിമ്പും പരുത്തിയും സോയാബീനും വിളയുന്ന സമൃദ്ധമായി വിളയുന്ന മണ്ണ് NCPക്കും ശിവസേനയ്ക്കും സ്വന്തം മണ്ണ്. അവിടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി മഹാരാഷ്ട്ര പിടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഗാഡി സഖ്യവും BJP നയിക്കുന്ന മഹായുതി സഖ്യവും സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു തൂക്കു മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ടായാൽ അവിടെ നിന്നുള്ള ചെറുകക്ഷികളൊക്കെ വളരെ നിർണായകമാണ്. അങ്ങനെ വന്നാൽ പെട്ടെന്ന് ജയിക്കുന്ന MLAമാരെ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള MLAമാരെ, ലീഡ് ചെയ്യുന്ന MLAമാരെ ഒക്കെ അവിടുന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റുവാൻ വേണ്ടിയുള്ള അതിവിപുലമായ ഒരു സജ്ജീകരണങ്ങൾ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഒരു തരത്തിലും ഒരു വീഴ്ചയും ഉണ്ടാവാതിരിക്കുവാനായി വളരെ കൃത്യതയോടുള്ള പ്രവർത്തനം തന്നെയാണ് 2 മുന്നണികളും നടത്തുന്നത്. കാരണം ശിവസേനകൾക്ക് നിർണായകമാകുന്നത് പോലെ, NCPകൾക്ക് നിർണായകമാകുന്ന പോലെ BJPക്കും കോൺഗ്രസിനും നിർണായകമാണ്. അത്രയും ശക്തമായ ഇന്ത്യയുടെ മനസ്സെന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇരുമുന്നണികളും നടത്തിയിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ NDAയ്ക്കായിരുന്നു മുൻതൂക്കം നൽകിയതെങ്കിൽ ഒരു എക്സിറ്റ് പോൾ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാൽ ഇനി എക്സിറ്റ് പോളുകൾക്കോ പ്രവചനങ്ങൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല. മഹാരാഷ്ട്രയുടെ മനസ്സ് എന്താണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എണ്ണിത്തുടങ്ങും. ആ എണ്ണിത്തുടങ്ങുന്ന സ്പന്ദനങ്ങൾ അതേ രീതിയിൽ നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ 2 മുന്നണികളും, NDAയും INDA സഖ്യവും മഹാരാഷ്ട്രയിൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ആ നീക്കങ്ങൾ എന്താവും, അത് ഫലമെണ്ണി തുടങ്ങുന്ന ആദ്യ നിമിഷം മുതൽ അവിടെ രാഷ്ട്രീയ നാടകങ്ങൾക്കും റിസോർട്ട് രാഷ്ട്രീയത്തിനും ഒക്കെ വേദിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാവികാസ് അഘാഡിയോ മഹായുതിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അവിടെ റിസോർട്ട് രാഷ്ട്രീയം ഉൾപ്പെടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇരുപക്ഷവും തങ്ങളുടെ ജയിച്ചു വരുന്ന MLAമാരെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. റിസോർട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് തങ്ങളുടെ മുതിർന്ന നേതാക്കളെ നിരീക്ഷകരായി ഇതിനകം തന്നെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിവരങ്ങൾ. ജാർഖണ്ഡിൽ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം. ജാർഖണ്ഡിൽ സമീപകാല രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജയം ഇരുപക്ഷത്തിനും അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ മറികടക്കുന്നതിന് വേണ്ടി അവിടെ വളരെ ശക്തമായ ആദിവാസി മേഖലയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയത്. ജയത്തിൽ കുറഞ്ഞതൊന്നും
അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിൽക്കുന്ന കോൺഗ്രസ് JMMന് പൂർണ്ണ പിന്തുണ നൽകി തങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ JMMനേക്കാൾ വലിയ കക്ഷിയാണ് എന്ന മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് JMMന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അവിടെ ആർക്കാണ് മേൽക്കൈ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം വ്യക്തത വരും. ജാർഖണ്ഡിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ബിനേഷ്. വളരെ നിർണായകമായ അതിശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. JMMന് അഭിമാന പോരാട്ടമാണ്. JMMന് ഭരണം നിലനിർത്തി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന് അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം താൽക്കാലികമായെങ്കിലും രാജിവെക്കേണ്ടി വന്നു. ആ സമയത്ത് ചെമ്പൈ സോറനെ മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ചെമ്പൈ സോറൻ അധികാരം കൈമാറി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തുപോയി BJPയിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു JMMൽ ഉണ്ടായത്. എന്നാൽ ഇപ്പുറത്ത് BJPയാണ് ശക്തമായി നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ജാർഖണ്ഡ് പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ 68 സീറ്റിൽ മത്സരിച്ചുകൊണ്ട് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ജാർഖണ്ഡിന്റെ ഭരണം തനിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന് എതിരെടുത്ത നിലപാടുകൾ, നടപടികളൊക്കെ ശരിയാണെന്ന് BJPക്ക് തെളിയിക്കണമെങ്കിൽ ജാർഖണ്ഡ് തിരിച്ചു പിടിക്കണം എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടമാണ് BJPക്കുമുള്ളത്. ഒപ്പം തന്നെ ജാർഖണ്ഡിലെ ഏറ്റവും നിർണായകമാകുന്നത് ആദിവാസി മേഖല തന്നെയാണ്. ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ജാർഖണ്ഡിൽ ആദിവാസികളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് JMM നേതൃത്വം നൽകുന്ന INDI സഖ്യവും അതുപോലെ തന്നെ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവും പോരാടുന്നത്. വളരെ ശക്തമായ ഒരു പോരാട്ടം, അഭിമാന പോരാട്ടം തന്നെയാണ് ജാർഖണ്ഡിലുള്ളത്. നമുക്കറിയാം ഷിബു സോറൻ പോരാടി നേടിയ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായപ്പോൾ മുതൽ തന്നെ അവിടെ മാറി മാറി ഭരണം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അധികാരം പിടിച്ചെടുക്കുവാൻ BJPക്ക് കഴിയും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു അധികാര കൈമാറ്റമുണ്ടായാൽ അത് JMMന് വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ശക്തമായ നിലയിൽ ഇരു മുന്നണികളും നിൽക്കുന്നുവെന്നാണ് ജാർഖണ്ഡിലെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതിൽ ആര് വിജയിച്ചു എന്നറിയണമെങ്കിൽ 2 നിമിഷങ്ങൾ മാത്രം മതി. എണ്ണി തുടങ്ങാൻ റെഡി, എല്ലാ സജ്ജീകരണങ്ങളും ഒഴുകിക്കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ജാർഖണ്ഡ് വേണ്ടി തുടങ്ങും. എക്സിറ്റ് പോൾ ഫലങ്ങളാണോ യാഥാർത്ഥ്യമാണോ, എന്താണ് ജാർഖണ്ഡിൻ്റെ മനസ്സ്, ആദിവാസി മനസ്സ് എന്താണെന്നറിയുവാൻ 2 നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കേക്കെ